ചരിത്രമാണ് എന്നാണ്. അപ്പം പണ്ട് ആത്മാവിഷ്കാരമാണ്, ബോധത്തിൻ്റെ ഉത്സവമാണ്, ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 1960 ഞാൻ കൊല്ലത്താണ്. 63 ഇവിടെ എസങ്കോളയിലെത്തി, 69 അവിടെ നിന്ന് പോയി. ഈ കാലത്ത് ഇന്ത്യ മൊത്തം ബാധിക്കുന്നതൊക്കെ വൈദേശിക യുദ്ധങ്ങളാണ്. വലിയ തരത്തിൽ ദേശാഭിമാനത്തിൻ്റെതായ ഒരു കുമിള ഇവിടെ അന്നത്തെ ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആന്തരികമായിട്ട് ഇന്ത്യക്കുള്ളിൽ രൂപപ്പെടുന്ന ഇന്ത്യയിലെ അധികാര വ്യവസ്ഥയ്ക്കെതിരെയുള്ള അതിനിശ്ചിതമായ വിമർശനത്തിൻ്റെ മണിയൊടിക്കാനാണ് പലപ്പോഴും ഈ ദേശാഭിമാനത്തിൻ്റെ സീറ്റ് അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് കുട്ടികളായിരിക്കുന്ന, അതായത് കോളേജ് വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുന്ന നമുക്കൊക്കെ തോന്നിയിരുന്നത് ഈ വിമർശനം സംസ്കാര വിമർശനമാണ്, അല്ലെങ്കിൽ ദൈനംദിനമായ അനുഭവ വിമർശനമാണ്, ഓരോ സന്ദർഭ വിമർശനമാണ് കവിത, അല്ലെങ്കിൽ സർഗാത്മക പ്രതികരണം എന്ന നിലയ്ക്കായിരുന്നു. പക്ഷെ അന്ന് തെളിഞ്ഞു കിട്ടിയ ഒരു കാര്യം, അധികാരത്തെ വിമർശിക്കാതെ നമുക്ക് സത്യസന്ധരായിരിക്കാൻ പറ്റില്ല. അപ്പോൾ അധികാര പക്ഷത്ത് നിൽക്കുക, അധികാര ഉപാസകരാവുക, അധികാരസ്ഥാനം സ്വപ്നം കാണുക, പദവികൾ സ്വപ്നം കാണുക, അവിടെ നിന്നുള്ള കൃപാകടാക്ഷങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നട്ടിൽ പണയപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രിറ്റി ഇല്ലായ്മ, അത് അത്ര മനോഹരമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ 60 എന്നെ പഠിപ്പിച്ച ഒരു പാഠം ധൈര്യമാണ് സത്യം എന്ന് പറയുന്നത്. സത്യം പറയാനുള്ള ധൈര്യം കവിക്ക്, അല്ലെ ഏത് പ്രവർത്തകർ, ഇപ്പോൾ നിങ്ങൾ പത്രപ്രവർത്തകരായിട്ടുള്ളവർക്കും കവികൾക്കും എല്ലാവർക്കും പൊതുവെ ബാധകമാണത്. നൈതികമായ അത്തരം ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ, രാവിലും പറഞ്ഞതാണ്, നിങ്ങൾ ഏത് പക്ഷത്താണ് എന്ന് ചോദിക്കുമ്പോൾ, പണ്ട് ജയറാം പഠിക്കലിൻ്റെ പോലീസിനോട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നക്സലൈറ്റ് ആണോ? അല്ല. നിങ്ങൾ ഇടതാണോ വലുതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല, ഞാൻ നീതിപക്ഷത്താണ്. നീതിപക്ഷം എന്ന് പറയുന്നത് ഭാവി പക്ഷമാണ്. ഇനി വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ, വരും തലമുറകളുടേതായ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊക്കെ ഇന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ഭാവിയിലേക്ക് നോക്കുന്ന, ഭാവിയിലേക്ക് പടരുന്ന അർത്ഥദീപ്തികളുള്ള വാക്കുകളാണ് ഇന്ന് സർഗാത്മക സാഹിത്യം ആവശ്യപ്പെടുന്നത്. അതാണ് ഇന്ന് ഏറ്റവും നല്ല കൃതികളിലൊക്കെ ഉള്ളതും. കാരണം അതിൽ സമകാലികമായ അർത്ഥത്തെ കവിഞ്ഞു പോകുന്ന ഒന്നുണ്ട്. ഇപ്പോൾ ജയൻ പറഞ്ഞ ഭയത്തിൻ്റെ കാര്യമുണ്ട്. ഒരിക്കൽ ജർമ്മനി സന്ദർശിച്ച വിദേശ ടൂറിസ്റ്റുകൾ സന്ദർശനമെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ അവരോട് ചോദ്യം, അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റീസ് എന്ന് പറഞ്ഞ ആ ഭാഗത്തുണ്ട് സമ്പൂർണ്ണ കൃതികളിൽ. അവിടെ നിങ്ങൾ എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും, അവിടെ ഇപ്പോൾ ഹിറ്റ്ലറാണോ ആരാ ഭരിക്കുന്നത്? അല്ല, അവിടെ ഭയമാണ് ഭരിക്കുന്നതെന്നാണ്. ഭയമാണ് ജർമ്മനിയെ ഭരിക്കുന്നതെന്നാണ്. ഇത് ഹോളോകോസ്റ്റിൻ്റെ കാലത്തും അതിനുശേഷവും ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും കിടുകിട വിറയ്ക്കുകയാണ്. കാരണം ഹിറ്റ്ലറുടെ ഷെൽഫുകളിൽ മുഴുവനും അസ്ഥികൂടങ്ങൾക്ക് തുല്യമായ മനുഷ്യരൂപങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് പോൾപോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന തലയോട്ടികളുടെ എണ്ണം 10,000 കവിയാണ്, മനുഷ്യരെ കൊന്നിട്ട്. അപ്പോൾ വേറൊരു ഭാഗത്ത് സ്റ്റാലിൻ്റെ റഷ്യയിലാണെങ്കിൽ ഏറ്റവും അടുത്ത സഹോദരതുല്യം സ്നേഹിച്ചിരുന്ന സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ നിശ്ചിതമായി ഉന്മൂലനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. സോൾഷനിസിൻ്റെ ഗുലാഗ് ആർക്കപ്പിലാഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഭീകരമായ ആഖ്യാനങ്ങളുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി വികാരിയാവാൻ പഠിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ പള്ളി വിട്ടിട്ട് ഈ അച്ചമ്പട്ടത്തിന് പഠിച്ചിരുന്ന സ്റ്റാലിൻ അത് ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ ബോൾഷെവിക് റവല്യൂഷൻ്റെ ഭാഗത്ത് ചേരുകയാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം 100 മനുഷ്യർ ദിവസം പ്രതി എന്നുള്ള കൊന്നു കഴിഞ്ഞപ്പോൾ ശവസംസ്കാരം ഒരു വലിയ പ്രശ്നമായി. വികസനവും കൃഷിയും പഞ്ചവത്സര പദ്ധതിയൊന്നുമല്ല. അന്നത്തെ സ്റ്റാലിൻ കാലത്തെ റഷ്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നു, വെല്ലുവിളിയായി തീർന്ന ദിവസവും പെരുകി വരുന്ന ഈ ശവങ്ങളോട് എങ്ങനെ പെരുമാറും, ശവങ്ങളെ എന്ത് ചെയ്യുന്നതാണ്. നേവാ നദിയുടെ തീരത്തും വോൾഗയുടെ തീരത്തും വലിയ കൂട്ട ശവക്കുടികൾ എടുത്തിട്ട് അവിടെ മറവ് ചെയ്യുകയാണ്. കോവിഡിൻ്റെ കാലത്ത് ഇറ്റലിയിൽ ചെയ്തതുപോലെ കൂട്ട ശവസംസ്കാരങ്ങളായി. ഇതിൽ അങ്ങനെ സംസ്കരിക്കാൻ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ
ഇദ്ദേഹം പഠിച്ചിരുന്ന സെമിനാരിയുടെ അടിത്തറയിൽ സോൾഷനിസം പറയുന്നതാണ് വലിയ കുഴിയെടുത്തിട്ട് അവിടെ കൂട്ടത്തോടെ ഈ ശവങ്ങളെ മറവ് ചെയ്യുന്നതാണ്. ഇത് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വന്നിട്ട് ഈ തരത്തിലേക്ക് സ്റ്റാലിന് ആ ഐഡിയോളജിയെ മാറ്റുന്നുണ്ട്. സോൾഷനിസം പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ സ്റ്റാലിനെ ലെനിനും പേടിയായിരുന്നു. സ്റ്റാലിനെ തൻ്റെ ജീവചരിത്രം എഴുതണമെന്ന് ഫ്ലോറൻസിലായിരുന്ന മാക്സിം ഗോർക്കിയെ വിളിച്ചു വരുത്തിയിട്ട് ജീവചരിത്രം എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ മാക്സിം ഗോർക്കി റഷ്യ കണ്ട ഏറ്റവും ധീരരായ പ്രതിഭകളിലൊന്നാണ്. മാക്സിം ഗോർക്കി അത് സാധിക്കില്ലെന്ന് പറഞ്ഞു. സമാധാനമായിട്ട് മരിക്കണമെങ്കിൽ അത് എഴുതണം എന്ന് സ്റ്റാലിൻ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ചെറുതായിട്ട് ചിരിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ക്ഷയരോഗത്തിൻ്റെ സാനിറ്റോറിയത്തിൽ അവശനായി മരിച്ചു എന്ന് വാർത്ത വരും എന്നായിരുന്നു. അപ്പോഴും മാക്സിം ഗോർക്കി ചിരിച്ചേ ഉള്ളൂ. മാക്സിം ഗോർക്കി അവിടെ നിന്ന് പോയി. തിരിഞ്ഞു നിന്നിട്ട് മാക്സിം ഗോർക്കി പറയുന്നുണ്ട്, നമ്മളൊക്കെ എന്നെങ്കിലും ഒരിക്കൽ മരിക്കാൻ ജനിച്ചവരാണ്, ഇവിടെ സ്ഥിരവാസത്തിന് വന്നവരല്ല എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇതേ സമയത്ത് മാക്സിം ഗോർക്കി അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അന്ന അഖ്മത്തോവ എന്ന് പറഞ്ഞ റഷ്യയുടെ ഏറ്റവും വലിയ കവയിത്രി 18 വർഷം കവിത എഴുത്തിൽ നിരോധിക്കപ്പെട്ടു. സ്റ്റാലിൻ നിരോധിക്കുന്നതാണ്. അവരുടെ ഭർത്താവ് ഗുമിലേവിനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കും. പക്ഷെ തടവിലാക്കുന്ന സമയത്ത് തന്നെ ഗോർക്കി അദ്ദേഹം തുടങ്ങിയ വേൾഡ് ലിറ്ററേച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു എഡിറ്ററാക്കും. അതുകൊണ്ട് അവർക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ ഗുമിലേവ് കൊല്ലപ്പെട്ടുപോയി. കവിത എഴുതാനും പ്രസിദ്ധീകരിക്കാനും റഷ്യൻ റൈറ്റേഴ്സ് അസോസിയേഷനിൽ നിന്ന് കിട്ടുന്ന അലവൻസ് ഇത് അവകാശം സ്വാതന്ത്ര്യം നിഷേധിച്ചതുകൊണ്ട് ഈ വരുമാനമില്ലാതായി. പാസ്റ്റർനാക്കും അലക്സാണ്ടർ ബ്ലോക്കും പോലെയുള്ള അപൂർവം സുഹൃത്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന ചില്ലറ സഹായത്തിലാണ് അന്ന അഖ്മത്തോവ എന്ന് പറഞ്ഞ വലിയ കവി അന്ന് ജീവിച്ചു വന്നത്. 18 വർഷമാണ്. 18 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം സ്റ്റാലിൻ്റെ മകൾ, അന്ന് സെറ്റ്ലേനൊക്കെ വളരെ ചെറിയ കുട്ടിയാണ്, 4 പേര് കവിത കൊണ്ടുവന്നിട്ട്, പപ്പ ഇത് ആരുടെ കവിതയാണ്, വായിച്ചു നോക്കിയിട്ട് അറിയില്ല. പാസ്റ്റർനാക്കിനെ വിളിച്ച് ചോദിക്കും. പാസ്റ്റർനാക്ക് കേട്ട് പറഞ്ഞത് അന്നയുടെ കവിതയാണ്, അന്ന ആത്മത്തോവയുടെ കവിതയാണ്. അതിൽ സ്റ്റാലിനൊരു മതിപ്പ് തോന്നി. അങ്ങനെ അവർക്കുള്ള നിരോധനം പിൻവലിക്കുന്നുണ്ട്. ഇത് അപൂർവമായ ഒരു സംഭവമാണ്. അധികാരം സർഗാത്മകതയെ തടവിലാക്കാതെ ഉന്മൂലനം ചെയ്യാതെ വിമോചിപ്പിക്കുന്ന അപൂർവം സന്ദർഭങ്ങളിലാണ്. ഇത് സ്റ്റാലിൻ റഷ്യയിൽ മാത്രമല്ല, മുസോളിനിയുടെ ഇറ്റലിയിലും ഹിറ്റ്ലറുടെ ജർമ്മനിയിലും പോൾപോട്ടിൻ്റെ കംബോഡിയയിലും ഒക്കെ നടന്ന കാര്യമാണ്. ഇങ്ങനെ 20th സെഞ്ചുറിയിൽ അധികാരത്തിൻ്റെ ഭീകരത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫാസിസത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ സർഗാത്മകതയ്ക്കെതിരായിട്ടുള്ള ഒന്ന്, അത് ചരിത്രത്തിനെതിരായിട്ടുള്ളതാണ്.